ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് എപ്പിസോഡ് എന്തായിരുന്നത്, ഇവരുടെ ഒരു ബെറ്റ് നടന്നിരുന്നു, അതായത് ലിന്നിൻ്റെയും വാങ്ങിൻ്റെ ഇടയിൽ. സോ രാവിലെ തൊട്ട് ഉച്ച വരെ ആണെങ്കിൽ വാങ് ചെയ്യുന്ന പോലെ ലിൻ ചെയ്യാമെന്നും, ഉച്ച തൊട്ട് വൈകുന്നേരം ഏകദേശം ഇത്ര സമയം വരെ ലിൻ ചെയ്യുന്ന പോലെ വാങ്ങും ചെയ്യണം. അതേപോലെ തന്നെ ഈ ദിവസത്തിനുള്ളിൽ ഈ ബെറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണ് ഇവരുടെ ബെറ്റ്. സോ ഇവിടെ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് എന്തായിരുന്നത്. സോ തുടർന്ന് നടന്ന് നമുക്ക് കാണാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ആ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് ഇവളൊരു സൈക്ലിംഗ് ചവിട്ടാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഏകദേശം 800 കാലറിയോളം ഇവൾ ബേൺ ചെയ്യണം ഈ സമയത്തിനുള്ളിൽ. അതാണ് ഇവൾക്ക് കൊടുത്തിരിക്കുന്ന ബെറ്റ്. ഇന്നത്തെ ഒരു ദിവസം മൊത്തമൊക്കെ സമയം കൊടുത്തിട്ടുണ്ട്, ഈ ടൈമിനുള്ളിൽ ഇവൾക്ക് ബേൺ ചെയ്ത് തീർത്താൽ മതി. സോ ഈ സൈക്ലിംഗ് ചവിട്ടിക്കൊണ്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അവളാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ്. കാരണമാണെങ്കിൽ ഇവൾക്ക് സൈക്കിൾ ചവിട്ടാനായിട്ട് അറിയത്തില്ല. സോ ഇത് മനസ്സിലാക്കിയ അവനാണെങ്കിൽ നിനക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് എനിക്കറിയാമെന്ന് പറയുകയാണ്. എങ്കിൽ നീ ചെയ്തോ, ഇനി അറിയത്തില്ലെങ്കിൽ ഇപ്പോഴേ നിനക്ക് പിന്മാറാം, കുഴപ്പമൊന്നുമില്ല എന്ന് അവൻ പറയുകയാണ്. ഇതേ സമയത്ത് ഞാൻ അങ്ങനെ പിന്മാറുന്ന ആളൊന്നുമല്ല, ഞാൻ ഉറപ്പായിട്ട് ചവിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇറങ്ങി ചെല്ലുവാണ്. അതേ സമയത്ത് ഇവളാണെങ്കിൽ ഒരു വാച്ചും കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പോർട്സ് വാച്ചാണ്. അതിൻ്റെ ഹാർട്ട് ബീറ്റ് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇതിനകത്തോട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എത്ര മണിക്കൂർ നീ വർക്ക് എന്നുള്ള കാര്യവും കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഇതിൻ്റെ ഫോണോട് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് നിനക്ക് ചീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് അവൻ പറയുകയാണ്. അവളും ഓക്കെ എന്ന് പറയുകയാണ്. ഞാൻ ചീറ്റൊന്നും ചെയ്യത്തില്ല, ഞാൻ ഉറപ്പായിട്ടും വിജയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് പോവാണ്. ശേഷം ഫോൺ നോക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലാവുകയാണ്. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ വിചാരിച്ചു എന്തായാലും അവൾ തോറ്റുപോകാനേ പോകുന്നുള്ളൂ. അതിനുശേഷം അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അതായത് നീ എന്തായാലും തുടങ്ങിയിട്ടില്ല, ഇവിടെ വെച്ച് വേണം നിർത്തിക്കളാൻ പറയാണ്. കാരണം അവൾക്ക് സൈക്കിളായിട്ട് അറിയത്തില്ലാത്ത അവളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ തോറ്റെടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഉറപ്പായിട്ടും ജയിക്കും, ഞാൻ അങ്ങനെ തോറ്റെടുക്കുന്ന ആളെന്ന് പറഞ്ഞെന്ന് അവൾ തിരിച്ച് മെസ്സേജ് അയക്കുവാണ്. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നതായിട്ട് മെസ്സേജ് കാണുവാണ്. അതായത് ഫോണിൽ ഓൾറെഡി കണക്റ്റ് ആണല്ലോ, അതുവഴി അവന് മനസ്സിലാകുവാണ്. സോ അവൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാക്കി. ഇത്ര പെട്ടെന്ന് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചെന്നൊക്കെ അവനിങ്ങനെ മനസ്സിന്തിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവളാണ് ട്രെയിനിങ് വീലൊക്കെ കടുപ്പിച്ചാണ് ഈ സൈക്കിളെ ഓടുന്നത്. കുറേ പിള്ളേരാണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുവാണ്, നന്നായിട്ട് ചവിട്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടുമ്പോഴത്തേക്കും അവനിങ്ങനെ മനസ്സ് വിചാരിക്കുവാണ്, ഇത്രയും നന്നായിട്ട് ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇവൾ തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ സ്പീഡ് ക്യൂ, അല്ലെങ്കിൽ എനിക്ക് വല്ല തെറ്റ് പറ്റിയതാണെന്ന് ഇവനിങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് ചോദിക്കുവാണ്, ഇത് ചീറ്റിംഗ് അല്ലേ, ഇങ്ങനെയല്ല ഞാനോട് ചെയ്യാൻ പറഞ്ഞെന്ന് പറയുകയാണ്. ഇത് ചീറ്റിംഗ് അല്ല, ഇത് ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. താനോട് സൈക്കിൾ ചവിട്ടി എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ 4 വീലാകണം 2 വീലായിരിക്കണം അങ്ങനെ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും, അങ്ങനെ ചവിട്ടിക്കോ, പക്ഷേ ഇതുവരെ വെറും നീ 100 കാലറി മാത്രമേ ബേൺ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുകയാണ്. ഇനി ബാക്കി ബേൺ ചെയ്യാൻ കിടക്കുമെന്ന് പറയുകയാണ്. വെറും 100 കാലറി, നീയല്ലേ പറഞ്ഞു ഇത്ര മണിക്കൂർ ചവിട്ടിക്കഴിഞ്ഞാൽ ഇത്ര കാലറി പുറത്തുമെന്ന് പറയുന്നത് ചോദിക്കുവാണ്. ഇതേ സമയത്ത് അവൻ തിരിച്ച് പറയാണ്, അത് ഹാർട്ട് ബീറ്റിൻ്റെ അളവനുസരിച്ചാണ്, നീ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിൻ്റെ ഹാർട്ട് ബീറ്റ് വളരെ സ്ലോ ആണ്, അതുകൊണ്ട് നീ ജയിക്കും തോന്നില്ല, നീ പിന്മാറിക്കൊള്ളാൻ പറയുവാണ്. അങ്ങനെയൊന്നും ഞാൻ പിന്മാറത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭയങ്കര സ്പീഡിലായിട്ട് ചവിട്ടാനായിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചവിട്ടി അവളുടെ കാലിട്ട് ചെറിയ കംപ്ലയിൻ്റ് ആവുകയാണ്. അതിനുശേഷം അവൾ മടുത്തിട്ട് എൻ്റെ കാലിന് വയ്യെന്നും പറഞ്ഞോളന്നിരിക്കുവാണ്. അപ്പോഴത്തേക്കും അവന് മനസ്സിലായി ഇത് എന്നെക്കൊണ്ടത് പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യുക, നീ തോറ്റു സമ്മതിക്കാൻ പറയുകയാണ്. ഞാൻ തോറ്റു സമ്മതിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ട് മടുത്തു, എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് ചെയ്ത് തീർത്താൽ പോരെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് കഴിക്കാനായിട്ട് പോവാണ് ഒരു സ്ഥലത്തേക്ക്. ഇവിടുത്തെ ഫുഡൊന്നും എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല, നമുക്ക് വേറൊരു റെസ്റ്റോറൻറ്റ് ഓർഡർ ചെയ്യാമെന്ന് പറയുകയാണ്. സമയത്ത് അവൾ പറയുകയാണ്, ഇപ്പോൾ ഓൾറെഡി 12 മണിയായി, ഞാൻ എന്താണ് ചെയ്യണത് അതാണ് ഇനി നീ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ഫുഡാണ് കഴിക്കേണ്ടതൊക്കെ നീ ഇന്ന് കഴിക്കണം ഇനി, അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാനാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ കയറുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവനുമാണെങ്കിൽ ഓക്കെ പറഞ്ഞിരിക്കുവാണ്. അങ്ങനെ ഫുഡ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ ഈ കറിവേപ്പിലയൊക്കെ എടുത്ത് മാറ്റി ഇടുന്നതാണ്. നിങ്ങൾ കറിവേപ്പില ഇഷ്ടമില്ലെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇഷ്ടമില്ലെന്ന് അവളും പറയുകയാണ്. ശേഷമാണെങ്കിൽ അവൾ കുറേ സ്പൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ്. അതായത് കുറേ അധികം മുളക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്പൈസ് ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. എനിക്കിഷ്ടമെന്ന് പറഞ്ഞിട്ട് അവനോട് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത്ര എരിവൊന്നും പറ്റത്തില്ലെന്ന് പറയുകയാണ്. സോ പറ്റില്ലെങ്കിൽ ഓക്കെ എന്ന് പറയുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുവാണ്. അതിന് ശേഷമാണെങ്കിൽ തുടർന്ന് സാധാരണ കഞ്ഞി കുടിക്കുന്ന പോലെ അവൾ ആ ബൗളിൽ നിന്നത് ഇങ്ങനെ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ മൊന്തി കുടിക്കുവാണ്. ഇത് കണ്ടതും ഇത്രയും ചൂടായിട്ടുള്ള എങ്ങനെയാണ് കുടിക്കണമെന്ന് ഞങ്ങൾ മനസ്സിന്തിക്കുവാണ്. നിനക്ക് തരുന്ന ആദ്യത്തെ ടാസ്ക് ഇതാണ്, നീ ഇതുപോലെ കഞ്ഞി കുടിക്കാണ്ട് പറയുകയാണ് എന്ന്. ഇത് കേട്ടതും ഇതുപോലെയോ, ഇതിന് ഭയങ്കര ചൂടില്ലെന്ന് ചോദിക്കുവാണ്. ഇതിൻ്റെ ടാസ്ക് നീ ചെയ്യാനായിട്ട് പറയുകയാണ്. സമയത്ത് വളരെ കഷ്ടപ്പെട്ട് ചെയ്യാണ്, പക്ഷേ ചൂട് കാരണം അവനെ കൊണ്ട് പറ്റുന്നില്ല. ഈ സമയത്ത് കുഴപ്പമില്ല, ഞാൻ ഇത് നീ സ്പൂൺ വെച്ച് കുടിച്ചോ, ഞാൻ നിനക്ക് ആലോചിച്ച് ചിന്തിക്കണം പറയുകയാണ്. സമയത്ത് അവനും എന്തൊക്കെ ടാസ്ക്കാണ് ഇവൾ തരുന്നത് ഇങ്ങനെ മനസ്സിൽ അവൻ ചിന്തിക്കുവാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ഇത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണ്, അതായത് അവൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് രീതിയിൽ ചോദിക്കും. അതേ സമയത്ത് അവൾ പറയാണ്, നമുക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യണം ഞാൻ കണ്ടുപിടിച്ചു,
എന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ ഒരു പാർക്ക് പോലൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നേക്കുവാണ്. അവിടെ ഇങ്ങനെ ഇരുത്തേക്കുവാണ്. എന്നിട്ട് ഈ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറയുകയാണ്. ഇങ്ങനെ കുറേ നേരം ഇവിടുന്ന് റെസ്റ്റ് എടുക്കുക, ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുകയാണ്. ഇതാണ് ആക്ടിവിറ്റി എന്ന് അവൻ ചോദിക്കുവാണ്. അത് ഇതാണ് ആക്ടിവിറ്റി, നിനക്ക് ഏത് നേരം വർക്കൗട്ട് ചെയ്യാൻ ഇങ്ങനെ കഴിവുള്ള പോലെ എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുകയാണ്. പിന്നെ ഇവിടെ പറ്റില്ലെന്ന് ചോദിക്കുവാണ്. പറ്റില്ലെങ്കിൽ ഇവിടെ വെച്ച് തോറ്റെന്ന് പറയുകയാണ്. തുടർന്ന് ഇവനാണ് വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയണം, വാച്ച് നോക്കാൻ പറ്റില്ല, അത് ചെയ്താൽ തെറ്റാണ്, നിനക്ക് അതൊക്കെ ലോസ് ആവും, നീ തോറ്റു എന്ന് പറയുന്ന സമയത്ത് അവളിങ്ങനെ ഇത് മാത്രമല്ല, ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മാത്രം പോരാ, ഇവളിങ്ങനെ കുറേ രീതിയിൽ ഇങ്ങനെ സൈക്കോളജിക്ക് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇത് കേട്ട് അവൻ ഒരു സ്ഥലത്ത് മടുത്ത അവസാനം അവിടെ ഇരുന്ന് അവൻ ഉറങ്ങിപ്പോവാണ്. കുറച്ചാകുമ്പോഴത്തേക്കും അവൻ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും അവളാണ് അടുത്ത് വരുവാണ്. നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മുത്തച്ഛൻ എങ്ങനെയാണ് എനിക്ക് ഉറക്കാൻ പറഞ്ഞ സമയത്ത് ഇവിടെ വന്നിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഉറക്കുന്നതെന്നൊക്കെ പറയുന്നത്. ഈ സമയത്താണെങ്കിൽ അവനും ഉറക്കത്തിൻ്റെ കുഴപ്പമുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിനക്കത് വർക്കൗട്ടായില്ലേ, എൻ്റെ മുത്തശ്ശൻ പറഞ്ഞ കാര്യം നിനക്കും വർക്കൗട്ടായെന്നൊക്കെ പറയുകയാണ്. എന്നാൽ നീ തോറ്റുപോയി, നീ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്തായാലും തോറ്റുപോയെന്ന് പറയുന്നത്. ഈ സമയത്ത് അവൻ പറയണം, നീയും 800 കാലറി ഒന്നും ബേൺ ചെയ്തിട്ടില്ലല്ലോ, നീയും തോറ്റു തന്നെ ഇരിക്കണം, ഇപ്പം ടൈ ആയിട്ടുണ്ട്. സോ ഏകദേശം നമ്മൾ രണ്ടുപേരും ജയിച്ചില്ല, നീ ജയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ കോച്ചാകേണ്ട ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ കോച്ചാകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണ് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ അവളുടെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ്. ഇനി എങ്ങനെ ഇവനെ കോച്ചാക്കും? ആവശ്യത്തോടെ മനസ്സിരിക്കുന്നത് എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ 800 കാലറി ബേൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് സമയമുണ്ട്, എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നുള്ള മനസ്സിച്ചിട്ട് അവളാണെങ്കിൽ അവളുടെ സ്റ്റുഡൻസ് ഒരാളോട് ഇന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ അവൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുവാണ്, എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 800 കാലറി ബേൺ ചെയ്യാനാണല്ലോ പറഞ്ഞേക്കുന്നത്, ഇനിയും സമയമുണ്ട്, എനിക്ക് ഇനിയും ജയിക്കാൻ അവസരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ ഫോൺ നോക്കുമ്പോഴത്തേക്കും ഇവൾക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുകയും ബേൺ ആക്കുന്നതായിട്ട് കാണുവാണ്. ഈ വൃത്രപ്പെടുത്തുമ്പോൾ എന്താ ചെയ്യണമെന്ന് അവനിങ്ങനെ മനസ്സിൽ നിൽക്കുവാണ്. ശേഷമാണെങ്കിൽ അവൾ എവിടെയാണോ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് വരുവാണ്. സത്യം പറഞ്ഞാൽ അവൾ ചീറ്റ് ചെയ്യാണ്. അവളാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനോട് വരാൻ പറഞ്ഞല്ലോ, അവനെ ഉപയോഗിച്ച് ആ വാച്ച് കിട്ടി അവനെ കൊണ്ടാണ് ഈ വർക്കൗട്ട് മൊത്തം ചെയ്യിപ്പിക്കുന്നത്. ഇതും കണ്ടുകൊണ്ട് നമ്മുടെ വാങ്ങാണെങ്കിൽ അങ്ങോട്ട് കയറി വരുവാണ്. ഇവളാണ് ഭയങ്കരമായിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷമാണെങ്കിൽ വാങ്ങിനെ കണ്ട ഉടനെ ആ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, മിസ്സേ നമ്മൾ തോറ്റുപോയി, നമുക്ക് പണി കിട്ടിയെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ വാച്ചട വെച്ചിട്ട് ഓടി പോവുകയാണ് ചെയ്യുന്നത്. ശേഷമാണ് ഇവനെ കാണുന്നത്. അപ്പോഴത്തേക്കും അവൻ പറയുകയാണ്, നീ ചീറ്റ് ചെയ്തു, ശരിക്കും ചീറ്റ് ചെയ്തു, ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ട് ഇനി ഒരു കാര്യമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോവുകയാണ്. ഒരു രക്ഷയില്ലാതെ അവൾ ശരിക്കും പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. ശേഷം അവൻ റൂമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവളെപ്പറ്റി എഴുതിയ ഓരോ കാര്യങ്ങൾ നോക്കുവാണ്. അതായത് ഈ സ്പേഡ് ക്യൂ എന്ന് പറഞ്ഞ ആൾക്ക് സ്പൈസ് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഇവൾക്ക് സ്പൈസസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്പേഡ് ക്യൂ എന്ന് പറഞ്ഞ ആൾക്ക് സൈക്കിൾ ചെയ്യാനൊന്നും അറിയത്തില്ല, ഇവൾക്കും അറിയത്തില്ല, വർക്കൗട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ ഇവൾ തന്നെയാണ് ഏത് സ്പേഡ് ക്യൂ എന്നുള്ള കാര്യം ഇവനിങ്ങനെ മനസ്സിലൊക്കെ ചിന്തിക്കുവാണ്. പക്ഷെ അവളെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും അവളാകുന്ന രീതിയിലായിട്ട് അവന് തോന്നുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലിന്നാണെങ്കിൽ അവൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് വരുവാണ്. ശേഷമാണെങ്കിൽ അവളെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്, നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി, എന്തായാലും നമ്മൾ രണ്ടുപേരും തോറ്റുപോയി, നിങ്ങൾക്ക് ഉറങ്ങാൻ പ്രശ്നമുള്ള സ്ഥിതിക്ക് ഞാൻ എൻ്റെ സൈക്കോളജിക്ക് പരമായ രീതികൾ വഴി നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, പകരം നിങ്ങൾ എൻ്റെ കുട്ടികളെ കോച്ചായിക്കൂടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവനിങ്ങനെ മനസ്സിന്തിക്കുന്നുണ്ട്, കൂടുതൽ അടുത്തറിഞ്ഞാൽ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ കോച്ചാകാൻ പോകുന്നതാണ് നല്ലത് അവൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, നിൻ്റെ ഈ കണ്ടീഷൻ ഞാൻ തീരുമാനിച്ചു, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഞാൻ കോച്ചാകാൻ റെഡിയാന്ന് പറയുകയാണ്. ശരിക്കും സമ്മതിച്ചെന്ന് ചോദിക്കുകയാണ്. അതെ സമ്മതിച്ചെന്ന് പറയുകയാണ്. സോ അവൾക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ്. ശേഷം അവളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, ഈ ചെറിയ കാര്യത്തിൽ ഇവൻ സമ്മതിച്ചു, എന്തെങ്കിലും ആവട്ടെ, കോച്ചാകാൻ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഹാപ്പി ആവുകയാണ്. ശേഷമാണെങ്കിൽ അവൾ ഫോണിനടുത്ത് മെസ്സേജ് അയക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, അതായത് ഇവരുടെ ഒരു ഫുട്ബോൾ ടീമിന് വേണ്ടി മൊത്തത്തിൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുവാണ്. ഈ സമയത്ത് ഫൂ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരിടത്തു നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അറിയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ മിസ് അങ്ങനെ കോച്ചിനെ കൊണ്ട് സമ്മതിപ്പിച്ചത്, അപ്പോൾ ഞാൻ തന്നെ കോച്ചാണോ ഇനി മുതൽ നമ്മളെ കോച്ച് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ്. തുടർന്നാണെങ്കിൽ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, ശരിക്കും ഞങ്ങളെ കോച്ച് ചെയ്യാനായിട്ട് വരാൻ അയാൾ സമ്മതിച്ചെന്ന് ചോദിക്കുകയാണ്. സമ്മതിച്ചു, ഓൾറെഡി വാങ്ങും ഈ ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾ ചോദിച്ചോളാൻ പറയുകയാണ്. ശരിക്കും ഉള്ളതാണോ കോച്ചെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ എസ് എന്ന് പറയുകയാണ്. ഇത് കേട്ടത് നിങ്ങളെ മിസ് കിഡ്നാപ്പ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. കിഡ്നാപ്പ് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, ഞാൻ സമ്മതിപ്പിച്ചാണെന്നും പറഞ്ഞ് അവളും പറയുന്നുണ്ട്. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ഫൂ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. സോ അവന് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഈ നടന്ന കാര്യങ്ങളൊക്കെ അവനാണെങ്കിൽ അവന് അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. അവൻ്റെ അമ്മയാണെങ്കിൽ വേറെ രണ്ടാമത് കല്യാണം കഴിച്ച് പോയേക്കുവാണ്. സോ അവൻ്റെ അച്ഛൻ എന്താ പറ്റുന്നുള്ളത് പറയുന്നില്ല. സോ അവർ വേറെ കല്യാണം കഴിച്ച് പോയേക്കുന്നതാണ്. സോ അവനാണെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഇപ്പം കഴിയുന്നത്. സോ അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അവനാണെങ്കിൽ ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ പറയാനുണ്ട്, അവരുടെ ടീം തുടങ്ങി വരും. ശേഷമാണെങ്കിൽ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇടയ്ക്ക് ചെറുതായിട്ട് വയ്യാതിരിക്കുവാണ്, ഹോസ്പിറ്റലിൽ പോയിക്കൂടെ നിൽക്കുമ്പോഴേക്കും കാശിൻ്റെ കുറവുണ്ടെന്ന് പറയുവാണ്.
ഇതേ സമയത്ത് ഇവനാണെങ്കിൽ ക്യാഷിൻ്റെ കുറവുകൊണ്ട് ഒരിക്കലും പോകാതിരിക്കരുതെന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ കയ്യിലിരിക്കുന്ന കാശാണെങ്കിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസത്തേക്കാണ് എല്ലാവരും കൊച്ചിനെ കാണാനും ഇങ്ങനെ ട്രെയിനിങ് എടുക്കാനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ചില ആൾക്കാരൊക്കെ ചുമ്മാ അഭിനയിക്കുന്ന പോലെ ഈ സമയത്തുള്ള വന്നില്ലെങ്കിൽ ഞാൻ പോകുന്നുള്ള രീതിയിലൊക്കെ നിൽക്കുവാണ്. സമയത്താണെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യടാ, അവളുടെ ഫേമസ് കോച്ചല്ലേ നിങ്ങൾക്ക് പറഞ്ഞ ഇവന്മാരങ്ങനെ പിടിച്ചിർത്താനൊക്കെ നോക്കുവാണ്. അങ്ങനെ അവസാനം കോച്ച് വരുവാണ്. സോ കോച്ചിനെ എല്ലാവരും പരിചയപ്പെടുത്തുവാണ്. അതിനുശേഷം അവരും എല്ലാവരുമായിട്ട് പരിചയപ്പെടുവാണ്. ഇതേപോലെ ഞാൻ നിങ്ങൾ കോച്ച് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറയും. പിന്നെ തുടർന്ന് 3 തൊട്ട് 5 മണി വരെയാണ് കോച്ചിങ് ടൈം എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഫൂ ആണെങ്കിൽ ഒരു ബോൾ എടുത്തുകൊണ്ട് വരുവാണ്. ശേഷമാണെങ്കിൽ ഇതിന് പുതിയ തുടക്കമില്ല, നമുക്ക് എല്ലാവർക്കും സൈൻ ചെയ്ത് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സൈൻ ചെയ്ത് തുടങ്ങണം. അങ്ങനെ ബാക്കി എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്യാണ്. അങ്ങനെ വാങ്ങിൻ്റെ അടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും വാങ്ങാണ് സൈൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവളുടെ അടുത്ത് കൊടുക്കുമ്പോൾ അവളും സൈൻ ചെയ്യുന്നില്ല. പക്ഷേ അവർ കുറച്ച് സങ്കടം തോന്നിയെങ്കിലും അവരുടെ അതുപോലെ തന്നെ ബോർഡ് വെച്ചിട്ട് ശേഷം കളിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രെയിനിങ് തുടങ്ങുമ്പോഴത്തേക്കും ഇതെന്താണ് ട്രെയിനിങ് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. സോ ആദ്യം അവരൊന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറയടോ, പിള്ളേർ വെയിറ്റ് ചെയ്യുന്ന രീതിയിലാണെന്ന് പറഞ്ഞ് അവളിങ്ങനെ മനസ്സിന്തിക്കുകയാണ്. ശേഷമാണ് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇവരുടെ ഓടാനായിട്ട് പറയണം, അതായത് ഈ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് ഓടാനായിട്ട് പറയുകയാണ്. സോ ആദ്യം അവർ ഇതാണ് അവർ ശരിക്കും ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ശേഷം ഓടാൻ തയ്യാറാവാണ്. അങ്ങനെ അവർ ആദ്യം ഒരു ലാപ്പ് ഓടി കഴിയുമ്പോഴത്തേക്കും പറയുകയാണ് വീണ്ടും ഓടാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഈ സമയത്ത് ഇവളാണെങ്കിൽ ഇയാളെന്താണ് ഇവർ ആളെ പറ്റിക്കുന്നത്, ഫുള്ള് നേരം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ശേഷം അവളിങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ അവളുടെ സ്നാക്സ് അടിച്ച് മാറ്റി അവൻ തിന്നുവാണ്. ഇയാൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് ഇങ്ങനെ അവളിങ്ങനെ മനസ്സിന്തിക്കുവാണ്. ഈ സമയത്ത് ഇവരാണ് കുറേ നേരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഫൂ കാണിച്ചത് ചോദിക്കുവാണ്, ഇത് നിർത്താറായില്ലേ എന്ന് ചോദിക്കുവാണ്. നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കാൻ പറയുവാണ്. അങ്ങനെ ഒരു പരിധിക്കപ്പുറം ആകുമ്പോഴത്തേക്കും അവർ മടുക്കുവാണ്. ശേഷമാണെങ്കിൽ അവർ വാങ്ങിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുവാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോച്ച് ചെയ്യാനായിട്ട് താല്പര്യം പോലും ഇല്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഞങ്ങളെ ഫൂൾ ചെയ്യാനായിട്ട് നോക്കണ്ട എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും ദേഷ്യപ്പെട്ട് പിരിഞ്ഞു പോവാണ്. അതേസമയത്ത് ഫൂ ആണെങ്കിൽ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കോച്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പട്ടം ചെറ്റിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ കയറിപ്പോവാണ്. ഈ സമയത്ത് ഇവൾക്കാണ് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇവളും കോച്ചിങ് സ്റ്റുഡൻസ് നമ്മളിങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് അവൾക്ക് താല്പര്യം തോന്നുന്നില്ല. ശേഷമാണെങ്കിൽ ഫൂ ആണെങ്കിൽ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുവാണ്. അതായത് നമ്മുടെ ലിനിൻ്റെ അടുത്ത് ലിനിനോട് ചോദിക്കുവാണ്, കോച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ പറഞ്ഞ് തന്നോന്ന് ചോദിക്കുവാണ്. ഒന്നും തന്നില്ലെന്ന് പറയുകയാണ്. നിങ്ങളൊന്നും ചോദിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള കാര്യത്തിൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യുന്നൊട്ട് നല്ലതല്ല, നിങ്ങൾ കോച്ചിങ് സ്റ്റുഡൻസിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തന്നെ തമ്മിൽ സംസാരിക്കാനായിട്ട് പറയുവാണ്. ഇതേ സമയത്താണെങ്കിൽ അവൻ പറയണം, അതെ നിങ്ങൾക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കും അതുപോലെ കോച്ചിനും ഞങ്ങളുടെ കളിയിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞങ്ങളെ പറ്റിക്കും, നിങ്ങൾ ആഗ്രഹിച്ച് പറ്റിപ്പിക്കുമല്ലോ എന്ന് ചോദിക്കുവാണ്. സമയത്ത് അവൾ അങ്ങനെയുള്ളതെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ആ ബോളിൽ സൈനിടാൻ തയ്യാറാകാത്തതെന്ന് ചോദിക്കുകയാണ്. അത് അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് സൂപ്പർവൈസറാണ്, ഞാൻ നിങ്ങളുടെ കോച്ചൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്യാത്തതെന്ന് പറയുകയാണ്. എനിക്ക് എന്തായാലും എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ സങ്കടപ്പെട്ട് പോവാണ്. സോ ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് എന്താകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തരത്തിലുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.